ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫലീമി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ റിവ്യൂവാണ് പറയാൻ വേണ്ടി പോകുന്നത്. സംവിധാനം മുതലാണെങ്കിൽ നിതീഷ് സഹദേവാണ് ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന. ബേസിൽ ജോസഫ്, ജഗദീഷ്, മഞ്ജു പിള്ളൈ, സന്ദീപ് പ്രദീപ്, അഭിരാം രാധാകൃഷ്ണൻ, മീന രാജ് പള്ളുരുത്തി, പിന്നെ അനിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരാൾ. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങളായി വരുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ലൈഫ് എങ്ങനെയാണ്, അവരുടെ ഒരു പക്കയായ ഒരു പച്ചയായ ജീവിതം, ഇതാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ബേസിൽ ജോസഫ് ആയിരുന്നാലും മഞ്ജു പിള്ളയായിരുന്നാലും ജഗദീഷ് ആയിരുന്നാലും അവരെല്ലാവരും ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് അതേപോലെ എന്ന് വെച്ചാൽ ആ ഒരു ലൈഫ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ചെയ്യുന്ന ഒരു പെർഫോമൻസിൻ്റെ ഒരു ആഴം എന്തെന്നറിയാൻ വേണ്ടി പറ്റും. സത്യം പറഞ്ഞാൽ കിടിലൻ ഒരു പെർഫോമൻസ് ആണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഈ സിനിമയുടെ കഥ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തും കൊച്ചുവേളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അവിടുത്തെ ഒരു സംസാര ശൈലി കാര്യങ്ങളൊക്കെ അതേ കണക്കത്തുള്ള ഒരു ഏരിയ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ജഗദീഷ് ആയിരുന്നാലും ബേസിലായിരുന്നാലും മഞ്ജു പിള്ള ആയിരുന്നാലും ഇവരെല്ലാം ആ ഒരു ഏരിയയുടെ ഒരു മാനർസങ്ങളും കാര്യങ്ങളൊക്കെ അതേ കണക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അത് 100-ൽ 100 തന്നെയാണ് മാർക്ക്. അത് കൊടുത്തേ പറ്റൂ. പിന്നെ സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു യാത്ര, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിലെ ഒരു അച്ഛൻ റോൾ ചെയ്യുന്ന മീനാരാജ് പള്ളുരുത്തി എന്ന് പറഞ്ഞ ഈ ഒരു അയാൾ ചെയ്യുന്നൊരു കഥാപാത്രമായി ഇവരുടെ ജനാർദ്ദനൻ എന്ന് പറഞ്ഞ അവരുടെ അച്ഛനാണ്. ആ ഒരു ഈ ജഗദീഷിൻ്റെയൊക്കെ അച്ഛനാണ്. ആ ഒരു കഥാപാത്രത്തിന് ഏറെ നാളായിട്ട് വാരണാസി, കാശി എന്നിവിടങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ കാണിക്കുകയും അദ്ദേഹം ഒറ്റയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ നടക്കാതെയാവുന്നതൊക്കെ ചെയ്യുന്നതൊക്കെയാണ് ഒരു തീമായിട്ട് പറയുന്നത്. ഈ പറയുന്ന മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ നേരത്ത് അവർ ആ ഒരു യാത്ര ചൂസ് ചെയ്യുന്നത്, അവർ കാശിയിലേക്ക് പോകുന്നത്, ആ യാത്രക്കിടയിൽ സംഭവിക്കുന്ന ചില രസകരമായ ചില കാര്യങ്ങളും, പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെയാണ് ഇത്തരം ഇടങ്ങളിലേക്ക് പോകാൻ നേരത്ത് മുൻപരിചയം പോലും ഇല്ലാത്ത ഇടങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ രസകരമായ രീതിക്കാണ് നിതീഷ് സഹദേവ് എന്ന് പറഞ്ഞ സംവിധായകൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട പെർഫോമൻസ് മീനാരാജ് പള്ളുരുത്തി, ബേസിൽ ജോസഫ്, ജഗദീഷ്, മഞ്ജു പിള്ള. അവരുടെ ഒരു കഥാപാത്രവും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു ഡെപ്ത് എന്താണെന്ന കാര്യങ്ങൾ നമുക്കാണെങ്കിൽ ആ സിനിമ നന്നായിട്ട് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൽ ഒരുപാട് ഇമോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര പ്രായം പോയെന്നാലും ഈ സൗഹൃദങ്ങൾക്കും അല്ലെങ്കിൽ ഈ ആത്മബന്ധങ്ങൾക്കൊക്കെ ഒരു വിലയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന പോലെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മീനാരാജ് പള്ളുരുത്തി എന്ന് പറയുന്ന അയാൾ അവതരിപ്പിക്കുന്ന ജനാർദ്ദനൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് തൊട്ടയൽവക്കത്ത് ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ ഒരു മരണവും കാര്യങ്ങളും അതെല്ലാം അദ്ദേഹത്തിന് എന്തുമാത്രം ഒരു നിരാശ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നൊരു സീൻ ഉണ്ട് അതിനകത്ത്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീനായിപ്പോൾ. അത് ഗംഭീരമായ ഒരു മേക്കിംഗ് ആയിരുന്നു ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ മീനാരാജ് പള്ളുരുത്തി എന്ന് പറഞ്ഞ ഒരു വയസ്സായ ഒരു ആക്ടറാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചില മാനർസങ്ങളും കാര്യങ്ങളും ഡയലോഗ് ഡെലിവറികളും പ്രസൻസ് പോലും ഈ സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ ജഗദീഷിനെ നമുക്ക് പിന്നെ നോക്കി പറയണ്ട. ജഗദീഷാണെങ്കിൽ ഒരു മികച്ച പ്രകടനം കാണിച്ചിരിക്കണം. അത് വേറെ ലെവലായിരുന്നു. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ശൈലി, അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ജഗദീഷ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി. ഒരു പ്രസ് നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് ഒന്നും നേടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നേടാൻ വേണ്ടി പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം ഒരു നോട്ടം കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും നടത്തം കൊണ്ടും ഇരുത്തം കൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ഇനി എടുത്ത് പറയേണ്ട മറ്റൊരു ഫാക്ടറാണ് വിഷ്ണു വിജയുടെ മ്യൂസിക്. പാട്ടുകൾ, ഓരോ പാട്ടിനും കൊടുത്ത ഒരു വെറൈറ്റി ടോണുണ്ട്, വെറൈറ്റി തീം പിടിച്ച് ഗംഭീരമായിട്ടാണ് വിഷ്ണു വിജയൻ്റെ മ്യൂസിക് കമ്പോസിഷൻ കാര്യം ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് പോലും ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടാണ്. ഈ ഒരു സിനിമയുടെ ഒരു പാട്ടുകൾക്കും ബി ജി എമ്മിനൊക്കെ പോലും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇതിലെ മഴവില്ല് എന്ന് പറഞ്ഞ ഒരു സോങ് ഉണ്ട്. ആ ഒരു പാട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു എന്ത് രീതിക്കാണ് ഇത് വെച്ചിരിക്കുന്നത്, ആ ഒരു എക്സ്ട്രാ ഒരു വേറെ വൈബ്രൻറ്റ് സോങ് തന്നെ. ആ ഒരു പ്രത്യേക മ്യൂസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിക്കുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളും ഞാൻ വന്നു. പിന്നെ സന്ദീപ് പ്രദീപ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനാണെങ്കിൽ ആ പയ്യനും ഈ സിനിമയ്ക്ക് വേണ്ട രീതിക്കുള്ള ഒരു ഡെപ്ത്, ഒരു സപ്പോർട്ടിങ് കണക്കത്തെ പെർഫോമൻസ് പുള്ളിയും കാണിച്ചു. പിന്നെ അനിൽ രാജ് തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്.
പക്ക ഒരു തിരുവനന്തപുരം സ്വാഗും കാര്യങ്ങളൊക്കെ പുള്ളിയും കൊണ്ടുവന്ന് പുള്ളിയും വേറെ ലെവലൊരു സംഭവം ചെയ്ത് വെച്ചിരിക്കണം. പുള്ളിയുടെ ഒരു പ്രസൻസ് ജതിഷുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പിന്നെ വാരണാസി, കാശി എന്ന് പറഞ്ഞ ഒരു സ്ഥലങ്ങളൊക്കെയാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു യാത്ര പോകുന്ന അവരിടങ്ങളും കാര്യങ്ങളൊക്കെ അതാണ്. അവിടെയും വന്നിട്ടാണെങ്കിൽ അവർക്ക് ആ ഒരു ലൊക്കേഷനുമായിട്ട് സിങ്ക് ആവാൻ നടക്കുന്ന സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വേറെ ലെവലായിരുന്നു. എന്ന് വെച്ചാൽ അവർ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ലോക പരിചയമില്ലാത്ത അങ്ങനെ അധികം സ്ഥലങ്ങളിൽ പോയിട്ടെടുത്ത് അവർക്ക് അവിടെ പറ്റുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ രസകരമായിട്ട് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റി. ആ ഒരു സ്ഥലവും ഇവരുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണല്ലോ, ഇപ്പോൾ ഇവർക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അതും അതേ കണക്ക് തന്നെ കാണിക്കാൻ വേണ്ടി സംവിധായകൻ നിതീഷ് സഹദേവ് ശ്രമിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. പൊതുവേ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു മികച്ച ഒരു മിഡിൽ ക്ലാസ് ഫാമിലി സിനിമയാണ്. അവരുടെ എല്ലാ മാനസങ്ങളും അതേപോലെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ള കാര്യത്തിന് 100-ൽ 100 തന്നെയാണ് ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു മാർക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഗംഭീരമായ ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു ഫലീമി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ മികച്ച രീതിക്കുള്ള കോമഡി, ഇമോഷൻസ്, പിന്നെ ഒരു യാത്ര, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ ഒരു ബോറടി പോലും തോന്നുന്ന ഒരു മികച്ച സിനിമ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഫലീമി എന്ന് പറഞ്ഞ ഈ സിനിമ എനിക്ക് തോന്നിയത്. മികച്ച സിനിമ തന്നെയായിരുന്നു. ഒരു രീതിക്കും ഒരു 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 ലാഗോ ഒന്നുമില്ല. ഒരു മികച്ച ഒരു ക്ലീൻ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ലൈഫും കാര്യങ്ങളും കാണിച്ചൊരു സൂപ്പർ സിനിമ തന്നെയാണ്. നിതീഷ് സഹദേവ് എന്ന് പറഞ്ഞ സംവിധായകനാണെങ്കിൽ ഏറ്റവും മികച്ചിരിക്കുന്ന ഈ സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മികച്ച ഒരു ഫാമിലി സിനിമ കാണണമെങ്കിൽ, ഒരു ഇമോഷൻ പരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഫലീമി ഒരു ബെസ്റ്റ് സൂപ്പർ സിനിമ തന്നെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുടുംബമായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്രയ്ക്ക് കണക്റ്റ് ആവുന്നതിലേക്കാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊരു മികച്ച ഒരു ഫാമിലി സിനിമയാണ് ഈ ഒരു ഫലീമി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ലൈഫ് അനുഭവത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാണ് ഫലീമി എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്രയേ ഉള്ളൂ. എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ഫാമിലി അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് കണക്റ്റ് ആവുന്ന, മിഡിൽ ക്ലാസ് ഫാമിലി കണക്റ്റ് ആവുന്ന രീതിക്കുള്ള ഒരു സബ്ജക്റ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് ഇത്രയേ ഉള്ളൂ. ഫലീമി എന്ന് പറഞ്ഞ സിനിമ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഇഷ്ടം ആയിട്ട് വന്നിരിക്കുന്ന സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.